ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താവുന്നത് ഇത് മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? ഇത് ശതാവേരിയാണ്. ഇത് മരുന്നിന് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് പലരും. പക്ഷേ ഇത് നമുക്ക് ഉപ്പിലിടാം, അച്ചാറിടാം. നമുക്കിത് പറിച്ചെടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം, ശതാവേരി. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചിലർ കാണാത്തവരുണ്ടാവും. അപ്പം നമ്മൾ ഈ സാധനം ശതാവേരി പറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേരുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളയും. അതിന് ശേഷം ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. ഇതാണ് പരിപാടി. ഇതാണ് നമുക്ക് ചെയ്യേണ്ട പരിപാടി തന്നെ ഉള്ളൂ കേട്ടോ. ഞാനും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക. ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേരെടുത്ത് എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തൊലി അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. അതിൻ്റെ മുകളിലത്തെ ഞാര് തൊലിയൊക്കെ പോയി കിട്ടും. പിന്നെ ഇത് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക. ചൂടുവെള്ളത്തിന് കഴുകിയതിന് ശേഷം വീണ്ടും അല്പം ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഇത് ആ ചൂടുവെള്ളത്തിൽ നല്ല ചൂടുവെള്ളമാണ്, നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂർ ശേഷം ഇത് കഴുകി കളഞ്ഞതിന് ശേഷം അല്പം പച്ചമുളക് നമുക്ക് എടുക്കാം. 15 പച്ചമുളക് ഇടുന്നുണ്ട്. കാരണം എരിവുണ്ടാവണം. ഇപ്പം 15 പച്ചമുളക് അരിഞ്ഞിട്ട് നമുക്ക് എരിവ് നമ്മുടെ ആവശ്യത്തിന് ഇടാക്കാം. എരിവ് കയറുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ഉണ്ട്. എരിവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഉപ്പ് ഇത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ അപ്പം കുറച്ചിട്ടുണ്ട്. ഇനി അല്പം ചുരക്ക് വയ്ക്കാം. ചുരത്ത ഒരു പാത്രമില്ല, ആമസ് പാത്രം കൊണ്ടുവന്നിട്ടില്ല. എന്താ ഒഴിക്കേണ്ടതെന്നുള്ളത്. എന്നാലും ഒരു അല്പം നമുക്ക് ഒഴിക്കാം. ഒരു 2 അംശം ഒഴിച്ചിട്ടുണ്ട്, 2-3 അംശം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിൽ പാർത്ത് വെച്ചതിന് ശേഷം ശരിക്കും ഒന്ന് കുലുക്കി നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മുളക് ആവശ്യത്തിന് ചേർക്കുക. മുളക് ചേർക്കാന്ന് വെച്ചാൽ എരിവ് കുറവ് ആവശ്യമുള്ളവരുണ്ട്, കൂടുതൽ ആവശ്യമുള്ളവരുണ്ട്. അപ്പം ഞാനതിൽ 15 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചുരുക്ക ഒരു 3 അംശം ചേർത്തിട്ടുണ്ട്. 3 അംശം ചുരുക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം വെള്ളം നമുക്ക് വേണം ചേർക്കാം, ആവശ്യക്കാർക്ക് ചേർക്കാം. അടച്ചൊന്ന് കുലുക്ക കേട്ടോ. ശരിക്കൊന്ന് കുലുക്ക. നമുക്കൊന്ന് ഉപ്പ് നോക്കാം എങ്ങനെയാണ്. ഉപ്പ് വേണ്ടിയിട്ടുണ്ട്. ചുരുക്കയും ചേർക്കുന്നുണ്ട്. ചുരുക്ക ഒരു 2 അംശം, 5 അംശം ചുരുക്ക. ഇതിപ്പോൾ അരക്കിലാണ് നമ്മൾ എടുത്തത്. ചുരുക്ക നമുക്ക് ആവശ്യമായിട്ട് ഒഴിച്ചോ. ഓരോരുത്തർ ടേസ്റ്റിന് നമുക്ക് ചേർക്കാം. ഇനി ഒരു 10-21 ദിവസം ഇങ്ങനെ തന്നെ വയ്ക്കുക. അതിന് ശേഷം സ്ഥാനത്ത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ഉപ്പും വെള്ളമൊന്നും പിടിക്കില്ല. 10-21 ദിവസം ഇരുന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ച് വെക്കും. പിന്നെ ഇത് സാധനം നമുക്ക് ഇതേപോലെ തന്നെ അച്ചാറിടാം. അച്ചാറിടാൻ വെച്ചാൽ ഇത് എന്തായാലും നമ്മൾ മാങ്ങയ്ക്കും നെല്ലിക്കൊക്കെ എങ്ങനെ അച്ചാറിന് സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ആ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഇത് അച്ചാറിടാം. അത്ര പരിപാടിയുള്ളൂ.